വിശിഷ്യ വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ച് അജ്ഞനാണ്. ഞാനൊരു സാധാരണ പൗരനാണ്. ഈ ലോകത്തിൻ്റെ ചലനങ്ങളും മാറ്റങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരുവനാണ്. വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ച് മാത്രം ഒരു സെമിനാർ എന്ന് പറയുമ്പോൾ ആ സെമിനാറിൽ പങ്കെടുക്കുന്നവരും സംസാരിക്കുന്നവരും കേൾക്കുന്നവരും വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ച് 50% അറിവുള്ളവരായിരിക്കണം. അക്കാദമികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ച നടത്താൻ അതാവശ്യമാണ്. ഇവിടെ ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാല ഉദ്ദേശിച്ചിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയും മനുഷ്യജീവിതവുമായി ഏതു വിധത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യമാണ് എന്നാണ് ഞാൻ നിഗമനത്തിലെത്തിയിട്ടുള്ളത്. വേദിയിലും സദസ്സിലുമുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരുമായ സഹോദരന്മാരിൽ നിന്നും എന്നെ തന്നെ ക്ഷണിച്ചതിൽ നിന്നുമാണ് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെയേറെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു കാലമാണ്. ഇത്രയേറെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. ഓർമ്മയിൽ, ചരിത്രത്തിലും എന്ന് പറയാം. ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിക്കാൻ ഞാൻ ആളല്ല. ഉണ്ടായതായി ചരിത്രത്തിലില്ല. നമുക്ക് അറിയപ്പെടുന്ന മനുഷ്യചരിത്രം 5000 വർഷത്തെ ചരിത്രം മാത്രമേ മനുഷ്യർക്ക് എഴുതപ്പെട്ടതായിട്ടുള്ളൂ. ആ 5000 വർഷത്തെ ചരിത്രത്തിന് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് അജ്ഞമാണ്. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വളരെയേറെ വികാസം പ്രാപിച്ചിട്ടുള്ള ഒന്ന് വിവരസാങ്കേതിക വിദ്യയാണ്. മറ്റൊന്ന് ജൈവ സാങ്കേതിക വിദ്യയാണ്. ബയോടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ബയോടെക്നോളജി ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നല്ല ഇനത്തിൽപ്പെട്ട മനുഷ്യരെ വരെ സൃഷ്ടിക്കുവാൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയും. മനുഷ്യരെ എങ്ങനെയാണ് ശാസ്ത്രം സൃഷ്ടിക്കുന്നത്? അത് ശാസ്ത്രം സ്വതന്ത്രമായി സൃഷ്ടിക്കുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ നല്ല ഇനത്തിൽപ്പെട്ട മനുഷ്യൻ്റെ വിത്ത്, ബീജങ്ങളെ വേർതിരിച്ചെടുക്കുവാനും മനുഷ്യരിൽ നിന്ന് തന്നെ കൂടുതൽ സർഗശക്തിയും ശേഷിയും അറിവും ജ്ഞാനവും ഒക്കെ ശേഷിയുമുള്ള ആളുകളെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ ബീജം കണ്ടെത്തിയിട്ടുണ്ട്. 1994 ഏപ്രിൽ മാസം 15 മൊറോക്കോയിലെ മരാക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് ലോകത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഗാട്ട് കരാറിനെ തുടർന്ന് ലോകം സാമ്പത്തികമായി വളരെയേറെ വളർന്നു. ലോകത്തിനാകെ ഒരു പുതിയ സാമ്പത്തികമായ വികാസമുണ്ടായി. ആ വികാസത്തെ ഏതു വിധത്തിൽ വിനിയോഗിച്ചു, നീതിപൂർവം വിതരണം ചെയ്യുമോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ശാസ്ത്രകാര്യങ്ങൾക്ക് അത് വളരെ സഹായകരമായി. ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഫലമായി ചെടികളിലും മനുഷ്യരിലും ജീവികളിലുമൊക്കെ പുതിയ സങ്കരവർഗ്ഗങ്ങളുണ്ടായി. ഇപ്പോൾ നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പലതും ജൈവ സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലമാണ്.